Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good day, children. Ma'am, Kesha. Okay, കഴിഞ്ഞ ക്ലാസ്സിലത്തെ കാര്യങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? Yes, ma'am. വായിച്ചു നോക്കി. വരെ നമ്മൾ എടുത്തത് Factors. Internal factors വരെ. external factors വരെ നമ്മൾ എടുത്തു അല്ലേ? ഏതൊക്കെയായിരുന്നു external factors? Supply and demand. Unemployment, competitors. Labor market, political social image, goodwill. Imagine or goodwill. Political, social, legal, environmental, and competition. Okay. Labor market എന്താണ്? Labor market എന്തായിരിക്കാം? Labor market എന്ന് പറഞ്ഞാൽ ലേബേഴ്സിനെ കിട്ടുന്നത് എങ്ങനെയായിരിക്കാം? Marketing. ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? Announcement. Notice board. നോട്ടീസ് ബോർഡ്. ഓക്കെ. അല്ലെങ്കിൽ ഒഫീഷ്യൽ മീറ്റിംഗിലൂടെ. Official meeting. ക്ലിയർ ആയില്ലേ? Yes. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. Okay, ma'am. എക്സ്റ്റേണൽ ഫാക്ടർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റേണൽ ഫാക്ടേഴ്സ് അല്ലേ? ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇന്റേണൽ ആയിട്ട് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പനിക്ക് അകത്ത് വരുന്ന ഫാക്ടേഴ്സ് അല്ലെ? അതിനെയാണ് നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നോക്കാം. ഇന്റേണൽ ഫാക്ടേഴ്സ്, the factors that can be regulated by the organization itself are called internal factors. മാർക്ക് ചെയ്ത് വെച്ച്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് കമ്പനിക്ക് അകത്ത് വരുന്ന ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ഓർഗനൈസേഷന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെ? റെഗുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രിക്കാൻ. അപ്പൊ ഓർഗനൈസേഷനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ internal factors എന്ന് പറയുന്നത്. There are various internal factors in the organization which influence the recruitment programs. എന്താണ് internal factors? നമ്മൾ ഒരാളെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, recruitment policy, size of a firm, cost. അപ്പൊ 4 കാര്യങ്ങളാണ് ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. How many employees are to be recruited and required qualification have been determined with the help of effective human resource planning. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ചെയ്യണം അല്ലെ? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാല് നമ്മുടെ ആസൂത്രണം. പ്ലാനിങ് എന്ന് പറഞ്ഞാല് ആസൂത്രണം. നമ്മുടെ കമ്പനിയിലേക്ക് എത്ര ആളുകളെ, ഹൗ മെനി എംപ്ലോയീസ് ആർ ടു ബി റിക്രൂട്ടഡ്, എത്ര ആളുകളെയാണ് നമ്മുടെ കമ്പനിയിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ? എത്ര ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ, അവർക്കുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എത്ര
എത്ര പേരെയാണ് നമ്മൾ കമ്പനിയിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്ത് എടുക്കേണ്ടത്. അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം ഒന്ന് നോക്കാം കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാല് ഇത്ര ആളുകളെ നമ്മുടെ കമ്പനിയിലേക്ക് ഇപ്പോ എന്തെങ്കിലും റിസപ്ഷനിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫ് ആവാം. അപ്പൊ ആ പർട്ടിക്കുലർ സ്കില്ലുള്ള അല്ലെങ്കിൽ ക്യാപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പൊസിഷന് ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്കില്ലുള്ള ആളുകളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലെ. അപ്പൊ എത്ര പേര് നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിക്കൊണ്ട് എത്ര പേര് നമുക്ക് എത്ര പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇനി എന്താണ് റിക്രൂട്ട്മെന്റ് പോളിസി. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഓഫീസ് സ്റ്റാഫ് ആവാം, റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ മാനേജർ. അപ്പൊ നമ്മൾ വെറുതെ പോയിട്ട് കുറെ ആളുകളെ ഇന്റർവ്യൂ ചെയ്തെടുക്കാൻ പറ്റുമോ നമ്മുടെ കമ്പനിയിലേക്ക്? വെറുതെ പോയിട്ട് പറ്റോ? വെറുതെ ഇന്റർവ്യൂ നടത്തി റിക്രൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ് നമ്മൾ അവിടെ നോക്കേണ്ടത്? എന്ത് ചെക്ക് ചെയ്യണം നമ്മള്? ഓരോ കമ്പനിക്കും അല്ലെങ്കിൽ ഓരോ ഫേമിനും ഓരോ ഓർഗനൈസേഷനും എന്തുണ്ട് ആ ക്വാളിഫിക്കേഷൻ നോക്കണം. അതുപോലെ തന്നെ പോളിസി. വെരി ഗുഡ് വിഷ്ണു. കമ്പനി ഹാവ് പോളിസി അല്ലെ. ഓരോ റൂൾസ് അതുപോലെ തന്നെ പ്രൊസീജിയർ ഉണ്ട്, റൂൾസ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്, പ്രൊസീജിയർ പോളിസീസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം, കമ്പനിയുടേതായിട്ടുള്ള പോളിസീസ് അനുസരിച്ച് വേണം നമ്മൾ ഓരോ ആളുകളെയും നമ്മുടെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അതാണ് റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പറയുന്നത്. The aim of recruitment are stated in the recruitment policy of the organization. അപ്പൊ നമ്മളെന്താണ് ഒരാൾക്കാരെ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ചെയ്ത് ഒരാൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ മെയിൻ എയിം, റിക്രൂട്ട് ചെയ്യുന്നതിന്റെ മെയിൻ എയിം എന്താണ്? റിക്രൂട്ട്മെന്റ് പോളിസിയാണ്. റിക്രൂട്ട്മെന്റ് പോളിസി അനുസരിച്ചിട്ട് ഓരോ പോളിസികളുണ്ട് റിക്രൂട്ട്മെന്റിന്, അതിൻ്റെതായിട്ടുള്ള പോളിസീസ് ഉണ്ട്. അപ്പൊ ആ പോളിസി അനുസരിച്ച് വേണം നമ്മൾ കമ്പനിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട്. ഇറ്റ് ഈസ് ഓൾസോ ഗിവ് ആൻ ഔട്ട്ലൈൻ. ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്ലൈൻ എന്താണ്? രൂപരേഖ. ഓക്കെ, രൂപരേഖ. ഔട്ട്ലൈൻ ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ആൻ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം അല്ലെ. റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള രൂപരേഖയുടെ അടിസ്ഥാനത്തില് അത് നോക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്യാനായിട്ട്. റിക്രൂട്ട്മെന്റിൽ പോളിസി ഉണ്ട്. ആ റിക്രൂട്ട്മെന്റ് പോളിസി അനുസരിച്ച് വേണം കമ്പനിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട്. കേട്ടോ. Okay. Okay. അപ്പോ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. ഇന്റേണൽ ഫാക്ടേഴ്സിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പറഞ്ഞു, റിക്രൂട്ട്മെന്റ് പോളിസിയും പറഞ്ഞു. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങളും ഇന്റേണൽ ഫാക്ടേഴ്സിന്റെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് റിക്രൂട്ട്മെന്റ് പോളിസി. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് സി. എന്താണ്? സൈസ് ഓഫ് ഫേം. എന്തായിരിക്കാം? Another vital factor that affect the process of recruitment is the size of organization. If the organization intends the broader its operations and grow its business, it will plan for hiring more employees to carry out its functions. അപ്പൊ എന്താണ്? സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലെ. ഒരു നല്ല രീതിയിൽ വലുതായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ എന്താണ് ചെറിയ രീതിയിലുള്ള എംപ്ലോയീസ് മതി അല്ലെ. വലുതായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തിരി ലാർജ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ എന്താണ്
അവിടെ നല്ല രീതിയിൽ അല്ലെങ്കിൽ എന്താണ് അവിടെ കൊള്ളാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് അവിടെ വേണം അല്ലെ. വലിയ രീതിയിൽ അല്ലെങ്കിൽ ഇത്തിരി ലാർജ് സൈസ് ഉള്ള ഓർഗനൈസേഷൻ ആണ് നമ്മൾ തുടങ്ങിയതെങ്കിൽ അവിടെ എന്താണ് അത്രയും എംപ്ലോയീസിനെ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ക്ലിയർ ആയോ? അതാണ് സൈസ് ഓഫ് ദി ഫാമിലി. Another vital factor that affect the process of recruitment is size of the organization. അപ്പൊ another internal factor എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട internal factor ആണ് സൈസ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ വലിപ്പം. അപ്പൊ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്ത് വേണം അവിടെ? എന്ത് വേണം? വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള സ്റ്റാഫുകൾ അതിന് വേണം. ഓക്കെ. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്താണ്? ഇത്തിരി കുറവ് ആൾക്കാർ മതി അല്ലേ? ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി എന്താണ് കോസ്റ്റ്? കോസ്റ്റ് എന്താണ്? റിക്രൂട്ട്മെന്റ് എക്സ്പെൻസസ് ആർ borne by the employer. റിക്രൂട്ട്മെന്റ് എക്സ്പെൻസസ് വഹിക്കുന്നത് ആരായിരിക്കും? എംപ്ലോയർ ആണ്. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. Recruitment expenses are borne by the employer. Okay, employer ആണ് recruitment expenses വഹിക്കുന്നത്. Therefore, organizations try to make the use of that the sources of recruitment which gives more output is less cost. അപ്പൊ എന്താണ്? നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു റിക്രൂട്ട്മെന്റ് കോസ്റ്റുകൾ, റിക്രൂട്ട്മെന്റ് എക്സ്പെൻസസ് വഹിക്കുന്നത് ആരാണ്? അവിടുത്തെ എംപ്ലോയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചെലവില് കൂടുതൽ ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് തരത്തിലുള്ള റിസോഴ്സസ് വേണം യൂസ് ചെയ്യാനായിട്ട് അല്ലെ. നമ്മളിപ്പോ ഒരു റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു എംപ്ലോയറെ സെലക്ട് ചെയ്യാൻ എന്താണ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമ്പോൾ കുറഞ്ഞ ചെലവില് കൂടുതൽ അധികം ചെലവ് വരാത്ത രീതിയിൽ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോ നമ്മുടെ ഓർഗനൈസേഷൻ ഇപ്പൊ വിഷ്ണു ഒരു കമ്പനി തുടങ്ങി. വിഷ്ണുവിന് കുറച്ച് ആളുകളെ വേണം അല്ലെ. വിഷ്ണു ആണ് തെരഞ്ഞെടുക്കുന്നത്. ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ട് പൊസിഷനിലോട്ട് അതാത് പൊസിഷനിലോട്ട് തിരഞ്ഞെടുക്കുന്നത് വിഷ്ണു ആയിരിക്കും, അവിടുത്തെ എംപ്ലോയർ എന്ന് പറയുന്നത്. അപ്പൊ ആ വിഷ്ണുവിനെ എന്ത് ചെയ്യണം? നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ആളുകളെ സെലക്ട് ചെയ്യണം. അതിന് പുറമെ എന്താണ്? കോസ്റ്റ് കുറവായിരിക്കണം അല്ലെ. ആളുകളെ തിരഞ്ഞെടുക്കുന്ന ആ സോഴ്സ് എന്ന് പറയുന്നത്, ആ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കണം അല്ലെ. കുറഞ്ഞ ചെലവില് വേണം നമ്മൾ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കാനായിട്ട്. ബിസിനസിന്റെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എയിം എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെ. എങ്കില് കുറഞ്ഞ കോസ്റ്റില് നല്ല ലാഭം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ കുറഞ്ഞ ചെലവില് വേണം നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ വിഷ്ണു സ്റ്റാർട്ട് ചെയ്തു. വിഷ്ണു തുടങ്ങുമ്പോൾ വിഷ്ണുവിന് എന്താണ്? കുറച്ച് ആളുകളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സ്റ്റാഫുകൾ ഉണ്ട്. അവിടെ ചില വേക്കൻസീസിലും ആളുകളെ വേണം. വേക്കൻസീസ് ഫില്ലാക്കണം. അപ്പൊ വേക്കൻസീസ് ഫില്ലാക്കാനായിട്ട് വിഷ്ണു എന്ത് ചെയ്യും? എന്താ ചെയ്യാ? എന്ത് ചെയ്യും? റിക്രൂട്ട്മെന്റ് നടത്തും അല്ലെ. അല്ലെങ്കിൽ എന്താണ്? എന്റെ കമ്പനിയിൽ ഇങ്ങനെയുള്ള വേക്കൻസീസ് ഉണ്ട്, അതിന് അങ്ങനെയുള്ള പരസ്യങ്ങൾ ആഡുകൾ ഇറക്കിയിട്ട് എന്ത് ചെയ്യും? ഇന്റർവ്യൂ നടത്തും. ഇനി ഇന്റർവ്യൂ നടത്തും. ഓക്കെ, പുറമേ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യും. അതല്ലെങ്കിൽ എന്താ ചെയ്യാം? ഇനി ഐഡിയ? അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാനൊരു ക്ലൂ തരാം. വിഷ്ണുവിന്റെ കമ്പനിയിൽ കുറച്ച് ആളുകളുണ്ട്. ഓക്കെ, എന്താണ്? അകത്തുള്ള വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കൂലേ? മിസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇന്റേണൽ ആയിട്ട് അകത്തുള്ള സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ആ വേക്കൻസി ഫില്ലാക്കും. മനസ്സിലായോ? അപ്പൊ എന്താണ്? കോസ്റ്റ് കുറവും ചെയ്താൽ പോരെ? ക്ലിയർ ആയോ? പിടികിട്ടിയോ കൺസെപ്റ്റ് എന്താണെന്ന്? കോസ്റ്റ് കുറവില് എന്താണ്? വേക്കൻസീസ് ഫില്ലാവുകയും ചെയ്യും. ക്ലിയർ ആയില്ലേ?
അപ്പോ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത് ഓർഗനൈസേഷന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് അല്ലെ, നിയന്ത്രിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ് ഇന്റേണൽ വരുന്ന ഇന്റേണൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് പോളിസി, സൈസ് ഓഫ് ഫേം, കോസ്റ്റ്. ക്ലിയർ ആയോ? 4 കാര്യങ്ങളും പറഞ്ഞതൊക്കെയാണോ? ഒന്ന് വായിച്ചു നോക്കിയ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. റിക്രൂട്ട്മെന്റ് പോളിസി പറയണോ? ഓക്കെ, റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാമിന് ഒരു റിക്രൂട്ട്മെന്റ് പോളിസി ഉണ്ടാവും. ഓരോ പോളിസികൾ ഉണ്ടാവും. ഒരു ഫേം തുടങ്ങുമ്പോൾ പോളിസീസ് ഉണ്ടാവും, ഗൈഡ് ലൈൻസ് ഉണ്ടാവും, പ്രൊസീജിയർ ഉണ്ടാവും. അപ്പൊ ഇന്ന പോളിസിയിലൂടെ വേണം നമ്മൾ ആളുകളെ നമ്മുടെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ പോളിസി, റിക്രൂട്ട്മെന്റ് പോളിസി അനുസരിച്ചിട്ട് വേണം കമ്പനിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, മനസ്സിലായോ? അതനുസരിച്ചിട്ടായിരിക്കണം. അല്ലാണ്ട് തന്നിഷ്ടത്തിന് പോയിട്ട് എംപ്ലോയർക്ക് എന്താണ് ചിലപ്പോ അയാൾ അറിയാവുന്ന ആളുകളെയൊക്കെ പോയിട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വീടിനടുത്തുള്ള ആളുകളെയൊക്കെ പോയിട്ട് ജോലി കൊടുക്കാം. അങ്ങനെ പറ്റുമോ? ഇല്ല. കമ്പനിക്ക് അതിൻ്റെതായിട്ടുള്ള പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ കമ്പനിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. വായിച്ചു കഴിഞ്ഞോ? ഇന്റേണൽ ഫാക്ടേഴ്സ് ക്ലിയർ അല്ലേ? 4 കാര്യങ്ങളും. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോസസ് ഉണ്ട്. ഓരോ ഘട്ടങ്ങൾ, ഓരോ സ്റ്റെപ്പുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് ആളുകളെ കമ്പനിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഓരോ പ്രോസസ്സുകൾ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, the recruitment process involves the different activities through which the competent potential candidates are searched as specified by human resource planning job specification. നമ്മൾ പഠിച്ചു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെ. നമ്മുടെ കമ്പനിയിലേക്ക് എത്ര വേക്കൻസീസ് ഉണ്ട്, അതിനനുസരിച്ചുള്ള ആളുകള് എത്ര പേരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതുപോലെ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. എന്തായിരിക്കാം ജോബ് സ്പെസിഫിക്കേഷൻ? എന്തായിരിക്കും? ഇനി ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല്? ഓരോ കാര്യങ്ങള് നമുക്ക് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. മിസ് പറഞ്ഞു തരാം. ഹെഡിങ് കൊടുത്തോളൂ. നമ്മുടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. 2 ലൈനേ ഉള്ളൂ. ഓക്കെ ആണോ?
Heading കൊടുത്തോ job specification. Job specification is a document describe ചെയ്യുന്നത്. Job specification is a document that lists L-I-S-T-S lists the qualifications, skills and experience needed to perform a job. Job specification is a document that lists the qualifications, skills and experience needed to perform a job. In next sentence, it's a key tool in the recruitment process. It's a key tool in the recruitment process, helping to ensure that the right candidates are hired. ഇത് മനസ്സിലായി? എഴുതിയപ്പോ എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ? Job specification is a document that lists the qualifications, skills and experience needed to perform a job. It's a key tool in the recruitment process, helping to ensure that the right candidates are hired. എന്താണ്? ഒരു ഡോക്യുമെന്റ് ആണല്ലേ? ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം നമ്മുടെ ഈ ജോബ് പെർഫോം ചെയ്യാനായിട്ട്? ഏതൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, അദ്ദേഹത്തിന് എന്തൊക്കെ സ്കിൽ ഉണ്ടാവണം, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് അല്ലെ, എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മള് ഈ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു കീ ടൂൾ ആണ് അല്ലെ, റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഒരു കീ ടൂൾ ആണ്. ഓക്കെ, നല്ല രീതിയിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല സ്കില്ലുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീ ടൂൾ ആണ് ഇത് ജോബ് സ്പെസിഫിക്കേഷൻ. ക്ലിയർ ആയോ? ഇനി നോക്കിയേ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് നോക്കട്ടോ. റിക്രൂട്ട്മെന്റ് പ്രോസസ് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? റിക്രൂട്ട്മെന്റ് പ്ലാൻ ചെയ്യുന്നു അല്ലെ. ഓക്കെ, പ്ലാനിങ് നടത്തി, ആസൂത്രണം നടത്തി, ഐഡന്റിഫൈ ദ റിക്രൂട്ട്മെന്റ് സോഴ്സസ്, ഐഡന്റിഫൈ ചെയ്തു, കോണ്ടാക്ടിങ് സോഴ്സസ്, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ പൂൾ, സെലക്ഷൻ പ്രോസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. 5 കാര്യങ്ങളാണ് പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റിൽ ഉള്ളത്. നമുക്ക് ഓരോന്നും പഠിക്കാം കേട്ടോ. ഓക്കെ, ഡയഗ്രാം ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ് അല്ലെ. എന്താണ് പ്ലാനിങ്? എന്താ ഓർമ്മയില്ല പറഞ്ഞത്? പ്ലാൻ ചെയ്യാ അല്ലെ, ആണോ? ഇതാണ് ആസൂത്രണം. ഓക്കെ, ഇപ്പൊ എന്താണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റെപ്പ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാല് ഇനീഷ്യൽ, ഫസ്റ്റ് അല്ലെ, ആദ്യ സ്റ്റെപ്പ് ആണ് പ്ലാനിങ് എന്ന് പറഞ്ഞാല്. ഇറ്റ്സ് ഇൻവോൾവ്സ്, 2 കാര്യങ്ങളാണ്. ഇറ്റ്സ് ഇൻവോൾവ്സ് ഡിറ്റർമൈൻ ദ ഫോളോയിങ്, 2 കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിൽ ചെയ്യേണ്ടത്.
നോക്കിക്കോളൂ. ഫസ്റ്റ് എന്താണ്? നമ്പർ ഓഫ് കോണ്ടാക്ട്സ്. Organization always want to capture more than the required candidates, as they want to make the best choice out of the larger number of candidates. എന്താണ് ഈ അപേക്ഷകര്, കുറെ അപേക്ഷകര് അല്ലെങ്കിൽ എന്താണ് കുറെ അപ്ലിക്കേഷൻസ് നമുക്ക് വരും അല്ലെ? കമ്പനീസിൽ വാക്കൻസി എന്ന് പറയുമ്പോൾ കുറെ അപ്ലിക്കേഷൻസ് വരും. അപ്പോ അവര് ആഗ്രഹിച്ചതിനെക്കാട്ടിലും, കമ്പനിക്കാര് ആഗ്രഹിച്ചതിനെക്കാട്ടിലും കൂടുതലുള്ള ആളുകളെ കിട്ടാനായിട്ടാണ്, ക്യാപ്പബിൾ ആയിട്ടുള്ള സ്കില്ലുള്ള ആളുകളെ കിട്ടാനായിട്ടാണ് അവര് ആഗ്രഹിക്കുന്നത്. ഇറ്റ് ഈസ് also done because many candidates are not willing to join the organization, and a few of them may not be fulfilling the selection criteria. കുറെ ആളുകൾ എന്താണ് വില്ലിങ് ആവില്ല കമ്പനിയിൽ ജോയിൻ ചെയ്യാനായിട്ട്. എന്തായിരിക്കാം റീസൺസ്? കമ്പനിയിൽ ജോയിൻ ചെയ്യാനായിട്ട് അവർ ഇഷ്ടപ്പെടില്ല ചില കാൻഡിഡേറ്റ്സ്. എന്തായിരിക്കാം റീസൺസ് ആയിട്ട് വരുന്നത്? സാലറി. വെരി ഗുഡ്. സാലറി. പിന്നെന്താ? റൂൾസ് അല്ലെ? ചിലപ്പോ എന്താണ് ചില കമ്പനീസിൽ ഗ്രോത്ത്. ഓക്കെ, ചില കമ്പനീസ് എന്താണ് നല്ല രീതിയിൽ സക്സസ്ഫുൾ അല്ലാന്ന് കണ്ടാല് ഇഷ്ടപ്പെടുമോ കയറാനായിട്ട് കമ്പനിയിൽ? ഇല്ല, സാലറി കുറവുണ്ടാവും. വെരി ഗുഡ്. അതുപോലെ തന്നെ ടാർജറ്റ് അല്ലെ? ടൈമിങ്. ചില ആളുകൾക്ക് ടൈം ഒന്നും ചിലപ്പോ പറ്റില്ല. അതുപോലെ തന്നെ ടാർജറ്റ് ഉണ്ടാവും, ഒരു ദിവസം ഇത്ര ആൾക്കാരെ വെച്ച് പിടിക്കുക. അപ്പൊ എന്താണ് സെയിൽസ്, ക്രെഡിറ്റ് കാർഡൊക്കെ സെയിൽ ചെയ്യണ്ട, അങ്ങനെയുള്ള നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 5 എണ്ണം സെയിൽ ചെയ്യണം, 10 എണ്ണം സെയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുമോ? കുറെ നമ്മള് ഫോൺ വിളിച്ച് ആളുകളുടെ അല്ലെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോ ആളുകൾ ചീത്ത പറയും ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ചില ആളുകൾ ടാർജറ്റ് വെക്കാറുണ്ട് ചില ഓർഗനൈസേഷൻ. ഇപ്പൊ എന്താണ് അത് ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചില ആളുകൾ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നത്. So whenever the recruitment programs is so of the organization has to think about the quantity of application it should get in so as to fill all its vacancies with suitable candidates. എന്താണ് എത്ര ക്വാണ്ടിറ്റിയിൽ കാൻഡിഡേറ്റ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ അപ്ലിക്കേഷൻ എടുക്കണം, അല്ലെങ്കിൽ എത്ര അളവിൽ നമ്മൾ അപ്ലിക്കേഷൻ സ്വീകരിക്കണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ഓർഗനൈസേഷൻസും നല്ല രീതിയിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട്, കാൻഡിഡേറ്റ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ക്വാണ്ടിറ്റി, എത്ര അളവിൽ നമ്മൾ അപ്ലിക്കേഷൻസ് സ്വീകരിക്കണം എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്പർ ഓഫ് കോണ്ടാക്ട്സിൽ വരുന്നത്. ക്ലിയർ ആയോ? എന്താണ് പറഞ്ഞത്? നമ്പർ ഓഫ് കോണ്ടാക്ട്സിൽ പറഞ്ഞത് ഇപ്പൊ ഓർഗനൈസേഷനിലോട്ട് നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകൾ, പല ആളുകളും അപേക്ഷകള് സമർപ്പിക്കും അല്ലെ? അപ്പൊ നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനിക്കാരുടെ ആഗ്രഹം എന്താണ്? എപ്പോഴും നല്ല രീതിയിൽ ക്യാപ്പബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ആളുകളെ കിട്ടണം. അപേക്ഷിച്ചവരെ കാട്ടിലും കൂടുതൽ നല്ല രീതിയിലുള്ള ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കമ്പനികൾ ആഗ്രഹിക്കുന്നത്. അപേക്ഷിച്ചവരെക്കാൾ കൂടുതലുള്ള അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിന്ന് ആഗ്രഹിക്കുന്നത്. ചില ആളുകള് കമ്പനിയിൽ ജോയിൻ ചെയ്യാനായിട്ട് മടിക്കുന്നുണ്ട്. അതെന്തായിരിക്കാം കാരണം? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സാലറിയുടെ കുറവ്, ടാർജറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഗ്രോത്ത്, കമ്പനിയുടെ ഗ്രോത്ത് ഇതൊക്കെ നോക്കിയിട്ട്, ടൈമിങ് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കാം ചില ആളുകള് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ മടിക്കുന്നത്. ചില ക്രൈറ്റീരിയാസ് ഉണ്ടാവും. ആ ക്രൈറ്റീരിയാസ് ചിലപ്പോ ഫുൾഫില്ല് ചെയ്യാനായിട്ട് അവർക്ക് പറ്റാതെ വരുമ്പോഴാണ് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാനായിട്ട് മടി കാണിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് കമ്പനിക്കാര് ഇന്നും ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ കിട്ടാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവര് എത്ര ക്വാണ്ടിറ്റിയാണ്, എത്ര എണ്ണം അപ്ലിക്കേഷൻ സ്വീകരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര അപേക്ഷിച്ചവരിൽ എത്ര എണ്ണം നമ്മൾ എടുക്കണം, മനസ്സിലായോ? എത്ര ഇതിൽ എടുക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ എത്ര അളവിൽ എടുക്കണം അപ്ലിക്കേഷൻസ് എന്നുള്ളത് ചിന്തിക്കണം. ക്ലിയർ ആയോ? ഈ ഡൗട്ട് ഉണ്ടോ? നമ്പർ ഓഫ് കോണ്ടാക്ട്സ്
ഓക്കെ, കുറെ എണ്ണം എടുത്ത് ഒരു 10 ചിലപ്പോ ഒരു 19 എണ്ണം അപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അതിനകത്ത് നിന്ന് നമുക്ക് യോജിച്ച ആളുകളെ കിട്ടുള്ളൂ അല്ലെ. ഓക്കെ, ഇതാണ് ലാസ്റ്റ് സെന്റൻസ് പറയുന്നത് കേട്ടോ. അത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കണം എന്നുള്ളത് അവർ ചിന്തിക്കണം. ഓക്കെ, ഇനി എന്താണ് ബി, എന്താണ് ടൈപ്സ് ഓഫ് കോണ്ടാക്ട്സ്. Types of contacts. It pertains to the individuals who should be informed about the job vacancies according to the job description and job specification. എന്താണ് job description എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? job description നിങ്ങളുടെ ജോബ് എന്താണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. എന്താണ് അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അത് ചെയ്യണം, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ജോബ് സ്പെസിഫിക്കേഷൻ മനസ്സിലായല്ലോ. ജോബ് സ്പെസിഫിക്കേഷൻ മിസ് പറഞ്ഞില്ലേ, ഡോക്യുമെന്റ് ആണ് കേട്ടോ, അതും കൂടി ഒന്ന് ഓർക്കാം. ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ട് നമ്മൾ ഇൻഫോം ചെയ്യണം. മനസ്സിലായോ? ഉചിതമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചും ജോബ് സ്പെസിഫിക്കേഷനെ കുറിച്ചും നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. അതാണ് എന്ത് ടൈപ്സ് ഓഫ് കോണ്ടാക്ട്സിൽ വരുന്നത് കേട്ടോ. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങില് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. നമ്പർ ഓഫ് കോണ്ടാക്ട്സ്, നമ്മൾ ആളുകളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണം. ജോബ് സ്പെസിഫിക്കേഷൻ സ്പെസിഫൈ ചെയ്ത് പറയാം. അതുപോലെ തന്നെ എന്താണ് എല്ലാ കാര്യങ്ങളും ജോബ് സ്പെസിഫിക്കേഷൻ ഒരു ഡോക്യുമെന്റ് ആണ്. അതുപോലെ തന്നെ കീ ടൂൾ ആണെന്ന് പറഞ്ഞില്ലേ. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ജോബ് സ്പെസിഫിക്കേഷനിൽ? എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസ് എന്തോരം വേണം, സ്കില്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജോബ് സ്പെസിഫിക്കേഷനിലുള്ളത്. അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനും എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുത്തിരിക്കണം. അതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ റിക്രൂട്ട്മെന്റ് പ്ലാനിങ് കേട്ടോ. ഓക്കെ ആണോ രണ്ട് കാര്യങ്ങളും? ഇനി നെക്സ്റ്റ് ആണ് പ്രൊസസർ സെക്കൻഡ് വൺ ആണ് ഐഡന്റിഫൈങ് റിക്രൂട്ട്മെന്റ് സോഴ്സസ്. ഇങ്ങനെയെല്ലാം നമുക്ക് എന്താണ് നമ്മുടെ കമ്പനിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നു അല്ലെ. ഇങ്ങനെയെല്ലാം അവരെ നമ്മളെ കമ്പനിയിൽ പിടിച്ചു നിർത്താൻ പറ്റും. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ചില ആളുകൾ പറ്റില്ല എന്ന് പറഞ്ഞ് പോവാറുണ്ട് അല്ലെ. ടാർജറ്റ്, അതുപോലെ എന്താണ് വെരി ഗുഡ് അല്ലെ, സാലറി കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ട് നമുക്ക് കമ്പനിയിൽ പിടിച്ചു നിർത്താം. പിന്നെ എന്തൊക്കെ കൊടുക്കാം അവർക്ക്? പറഞ്ഞു നോക്കിയേ. സാലറി മാത്രമുള്ള ലീവ് അഡ്ജസ്റ്റ്മെന്റ്, ഓക്കെ, പ്രമോഷൻ, ഓക്കെ, ചെല്ലുമ്പോ തന്നെ നമ്മൾ പ്രമോഷൻ കൊടുക്കോ? ഇൻസെന്റീവ് അല്ലെ, ഇൻസെന്റീവ് കൊടുക്കാം. സാറ്റർഡേ ഓഫ്, എന്റെ ദൈവമേ, ബോണസ്, ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുമ്പോ അവര് തന്നെ പറയോ അല്ലെ, നമ്മുടെ കമ്പനിയില് വർക്ക് ടൈം OT ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അല്ലെ, അത് നല്ല സാലറി, അല്ല അതുപോലെ തന്നെ സാലറിയുടെ കൂടെ നമുക്ക് എന്താണ് ക്യാഷ്, എക്സ്ട്രാ ക്യാഷും കൂടി കിട്ടില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തന്നെ പറയോ അല്ലെ നമ്മുടെ കമ്പനിയിൽ നിൽക്കാന്നുള്ളത് പറയോ? അത് തന്നെയാണ് ഐഡന്റിഫൈങ് റിക്രൂട്ട്മെന്റ് സോഴ്സ് എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയോ? ഓക്കെ, നമുക്ക് നോക്കാം. Once a recruitment plan is finalized, representing the number and type of potential candidates. എന്താണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ ഈസ് ഫൈനലൈസ്ഡ്. നമ്മൾ എല്ലാ കാര്യങ്ങളും എത്ര പേരെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈനലൈസ് ചെയ്തതിനു ശേഷം എന്താണ് നെക്സ്റ്റ് എന്താണ് എത്ര ടൈപ്പ് റിക്രൂട്ട്മെന്റ് പ്ലാനുകൾ നമ്മൾ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിന് ആവശ്യമാണ്, അതുപോലെ തന്നെ ഏത് പൊട്ടൻഷ്യൽ, ഏത് ടൈപ്പ് ഉള്ള അല്ലെ, ഏത്
ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഏത് സ്കില്ലുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പ്ലാനിങ്. എന്താണ് നെക്സ്റ്റ് വൺ നോക്കിയേ. They must be attached in such way that they offer themselves for employment. Themselves എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് themselves? അവര് തന്നെ എന്ത് ചെയ്യും? അവരെ തന്നെ ഓഫർ ചെയ്യോ അല്ലെ? അവരെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കാൻ പറ്റണം നമുക്ക് നമ്മുടെ കമ്പനിയിൽ നിൽക്കാം എന്നുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള ഓഫർ വേണം നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാനായിട്ട്. നിങ്ങൾ പറഞ്ഞില്ലേ, hence it is essential to identify the source from which these candidates can be attracted. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓഫർ ചെയ്യും? സാലറി കൂട്ടിത്തരാം, DA, PA, അതുപോലെ തന്നെ എന്താണ് ഗ്രാറ്റുവിറ്റി, PF ഇല്ലേ പറയാറില്ലേ? അതുപോലെ തന്നെ എന്താണ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫർ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഓഫർ ചെയ്യുമ്പോൾ എന്താണ് ഈ എംപ്ലോയീസ് തന്നെ അട്രാക്റ്റീവ് ആയിട്ട് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാം എന്ന് അവര് തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറയും. ക്ലിയർ ആയോ? ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സ് എന്ന് പറഞ്ഞാല് ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ അവിടെ എഴുതി വെക്കാം കേട്ടോ. കൺസെപ്റ്റ് മാത്രം ഒന്ന് അടിച്ചു വെക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മള് റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ റിക്രൂട്ട്മെന്റ് പ്ലാനിങ് പറഞ്ഞു, അതിനുശേഷം പറഞ്ഞത് ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സ്. ഓക്കെ, രണ്ട് കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ക്ലിയർ ആണോ രണ്ട് കാര്യങ്ങളും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇപ്പോ പ്രോസസ്സിൽ നെക്സ്റ്റ് പ്രോസസ്സാണ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ ആണ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. തേർഡ് വൺ ആണ് കോണ്ടാക്ടിങ് സോഴ്സസ് ആഫ്റ്റർ ദ ഫൈനൽ ഡിസിഷൻ അബൌട്ട് ദം sources of selecting the potential candidates. The procedure of contacting these sources is initiated. അപ്പോൾ ഈ നമ്മള് എല്ലാ കാര്യങ്ങളും പ്ലാൻ ഒക്കെ ചെയ്ത് അതുപോലെ തന്നെ എങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ വേണം നമ്മുടെ കമ്പനിയിലേക്ക് കിട്ടാൻ എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി. ഇനി അതിനുശേഷം എങ്ങനെയാണ് ഈ ആളുകളെ നമ്മുടെ കമ്പനിയിലേക്ക് കിട്ടുന്നത്, ഏതൊക്കെ സോഴ്സിലൂടെ കിട്ടും എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ വേണ്ടേ? ഏതൊക്കെ സോഴ്സിലൂടെയാണ് നമുക്ക് കമ്പനിയിലേക്ക് ആളുകൾ കിട്ടുന്നത് പറയാൻ പറ്റും? ഏതൊക്കെ സോഴ്സിലൂടെ? അഡ്വർടൈസ്മെന്റ്, പിന്നെ വെരി ഗുഡ്, കൺസൾട്ടൻസി സർവീസ് അല്ലേ? കൺസൾട്ടൻസി സർവീസ്, ഓക്കെ, വെബ്സൈറ്റിലൂടെ, ഓക്കെ,
സോഷ്യൽ മീഡിയ. വെരി ഗുഡ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമുക്ക് ആളുകളെ കിട്ടേണ്ടത്. പല സോഴ്സിൽ നമ്മൾ പോയിട്ട് കോണ്ടാക്ട് ചെയ്യണം അല്ലെ. ലിങ്ക്ഡിൻ, ഇൻഡീഡ് ഒക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഏതൊക്കെ സോഴ്സിലൂടെയാണ് നമുക്ക് എംപ്ലോയീസിനെ കിട്ടണം എന്നുള്ളത് നോക്കണം. ഇനി അതുപോലെ തന്നെ എന്താണ്, റിക്രൂട്ട്മെന്റ് ഈസ് two-way process. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു two-way process ആണ്. And there are mainly two parties. ആരൊക്കെയാണ്? Recruiter and recruitee. ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. Based on the information about the candidate, the recruiter can select the candidate. അല്ലെ, റിക്രൂട്ടർ ആണ് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്നത്. Similarly, the recruitee എന്നാക്കണം കേട്ടോ അവിടെ, recruitee. Similarly, the recruitee, on the basis of the information about the organization, take the decision to join the organization or apply somewhere else. എന്താണ് റിക്രൂട്ടിക്ക് എന്തിനുള്ള അവകാശമുണ്ട്? അവന്റെ ഇഷ്ടമനുസരിച്ച്, അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട്, അവന്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് ഏത് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനിലാണ് ഞാൻ ജോലി ചെയ്യേണ്ടത്, ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള, അല്ലെ, ഏതൊരു ഓർഗനൈസേഷനും തിരഞ്ഞെടുക്കാനായിട്ട് ഓക്കെ അവകാശമുണ്ടല്ലേ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. നമ്മള് മുൻപത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ്, hence the organization must choose which information is to be shared with the candidates, especially in the case of external sources. അതുപോലെ തന്നെ റിക്രൂട്ടർക്ക് ഞാൻ പറഞ്ഞു, റിക്രൂട്ടർക്ക് ഏത് കമ്പനിയിലാണ്, റിക്രൂട്ടിക്ക് ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് കമ്പനിയിൽ അവൻ ജോയിൻ ചെയ്യണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. റിക്രൂട്ടർക്കും എന്താണ്, ഏത് കമ്പനിയിൽ ഏത് പൊസിഷനിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് അങ്ങനെ തിരഞ്ഞെടുക്കാം, ഏത് എംപ്ലോയിനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം റിക്രൂട്ടർക്കും ഉണ്ട്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തി റിക്രൂട്ടർ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോ അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുമോ? കമ്പനിക്ക് വേണ്ട, അല്ലെങ്കിൽ കമ്പനിയിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാല് എങ്ങനെയായിരിക്കാം നിങ്ങളുടെ അഭിപ്രായം? തുറന്നു പറയാൻ പാടില്ല, എന്താ കാരണം വിഷ്ണു? എന്തായിരിക്കാം? തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോ ടാർജറ്റ് ഇത്ര, ഒരു ദിവസം ഇത്ര ടാർജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എന്താണ് അവൻ നിൽക്കോ? നമ്മുടെ ഓർഗനൈസേഷനിൽ നിൽക്കില്ലേ? ചിലപ്പോ നല്ല കാപ്പബിൾ ആയിട്ടുള്ള, ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരിക്കും. അവനോട് കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ്, അവന് നമ്മുടെ കമ്പനിയിൽ നിർത്താൻ പറ്റില്ല, അപ്പൊ നിൽക്കില്ല അവൻ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ വിവരങ്ങള് കാൻഡിഡേറ്റിനോട് പറയണം എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഏതൊക്കെ വിവരങ്ങളാണ് കാൻഡിഡേറ്റിനോട് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കണം. ഓക്കെ, പാരഗ്രാഫ് മനസ്സിലായോ? കോണ്ടാക്ടിങ് സോഴ്സ്. ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അപ്ലിക്കേഷൻ പൂൾ. എന്താണ് പൂൾ എന്ന് പറഞ്ഞാല്? പൂൾ എന്താ? ഒന്നിച്ചു ചേർക്കുക, ഒന്നിച്ചു ചേർക്കുക കേട്ടോ. പൂൾ എന്ന് പറഞ്ഞാല് ഒന്നിച്ചു ചേർക്കുക. The final aim is to attract more and more candidates so as to maintain flexibility in selection, no matter what method of recruitment is used. എന്താണ് ഒരു സ്ഥാപനത്തിന്റെ പ്രധാന എയിം, ലക്ഷ്യം എന്നാല് എന്താണ്? ഏത് റിക്രൂട്ട്മെന്റ് രീതി ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ സ്ഥാപനത്തിലേക്ക് കാൻഡിഡേറ്റിനെ, കാപ്പബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ആകർഷിക്കുക.
അതാണ് ഒരു സ്ഥാപനത്തിന്റെ പ്രധാന എയിം എന്ന് പറഞ്ഞാല്. എന്താണ് പ്രധാന എയിം എന്ന് പറഞ്ഞാല്? ഏത് റിക്രൂട്ട്മെന്റ് രീതിയായാലും, ഏത് റിക്രൂട്ട്മെന്റ് രീതി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ കമ്പനിക്ക് എന്താണ് ആവശ്യം? ഏറ്റവും നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് അല്ലെ. ഏത് റിക്രൂട്ട്മെന്റ് രീതി ഉപയോഗിച്ചാലും അത് നോക്കേണ്ട ആവശ്യമില്ല. ഏത് റിക്രൂട്ട്മെന്റ് രീതി ഉപയോഗിച്ചാലും എന്താണ് നമ്മുടെ കമ്പനിയിലോട്ട് ഏറ്റവും ക്യാപ്പബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ കിട്ടുക എന്നാണ്. ഓക്കെ, മനസ്സിലായോ? Organization start receiving application from potential candidates as soon as the resources of recruitment are contacted. The type of organization, kinds of jobs, and the condition of specific human resources markets determines the number of applications. പല സോഴ്സുകളുമായിട്ട് സ്ഥാപനം ബന്ധപ്പെടും അല്ലെ. നമ്മൾ കൊടുക്കാറുണ്ട്, കാൻഡിഡേറ്റ്സിനെ കിട്ടാനായിട്ട് ആഡുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ കൺസൾട്ടൻസി സർവീസുകൾ അതിനകത്ത് പോയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പല സോഴ്സുകളിൽ പോയിട്ട് ബന്ധപ്പെടുമ്പോൾ ആ സ്ഥാപനത്തിന് നമ്മുടെ സ്ഥാപനത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് അവർ തരുന്നത്. ഇപ്പൊ കാൻഡിഡേറ്റ്സ് കൺസൾട്ടൻസി സർവീസിൽ പോയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സ്ഥാപനത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ വന്നാൽ മാത്രം അവര് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുകയുള്ളൂ അല്ലെ. ഇല്ലേ? അങ്ങനെയാണോ? അല്ലെങ്കിൽ എന്താണ് ഇപ്പോ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓഫീസ് സ്റ്റാഫിനെ വേണം, അല്ലെങ്കിൽ മാനേജറെ വേണം. അപ്പൊ എന്താണ് ആ മാനേജറുടെ ഒരു അപേക്ഷ വന്നു കഴിഞ്ഞാൽ നമ്മള് കൺസൾട്ടൻസി സർവീസ് നമ്മളായിട്ട് ബന്ധപ്പെടുള്ളൂ. ഇല്ലേ? അങ്ങനെയാണോ? ഇങ്ങനൊരു അപേക്ഷ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു വേക്കൻസി ഉണ്ട് എന്ന് പറയാറില്ലേ നമ്മളോട് കാൻഡിഡേറ്റ്സിനോട്? പറയാറുണ്ടോ? ഇല്ല. ഉണ്ട്, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ ഈ കൺസൾട്ടൻസി സർവീസ് നമ്മളോട് പറയും, ഇങ്ങനെയുള്ള വേക്കൻസി വന്നിട്ടുണ്ട്, ഇത്രയാണ് സാലറി, അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയും. അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഒക്കെ നമുക്ക് തരും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഏതൊക്കെ പല സോഴ്സുകളുമായിട്ട് സ്ഥാപനം ബന്ധപ്പെടുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് ഏറ്റവും ആയിട്ടുള്ള ആളുകളെ, ആയിട്ടുള്ള കാൻഡിഡേറ്റിനെയാണ് അപേക്ഷയാണ് അവിടെ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് പല ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ്, കൈൻഡ്സ് ഓഫ് ജോബ്സ്, അതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് സ്പെസിഫിക് ഹ്യൂമൻ റിസോഴ്സസ് എന്നിവ ആപ്ലിക്കേഷനുകളുടെ എണ്ണം നിർണ്ണയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്, ചിലപ്പോ ചെറിയൊരു ഓർഗനൈസേഷൻ ആയിരിക്കും അല്ലെ, ചിലപ്പോ വലിയ ഓർഗനൈസേഷൻ ആയിരിക്കും, അതിലേക്ക് കുറെ ആളുകളെ ആവശ്യമായിട്ട് വരാം. അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള ജോബാണ്, കൈൻഡ്സ് ഓഫ് ജോബ്സ്, ഏത് തരത്തിലുള്ള, ചിലപ്പോ എന്താണ് റിസപ്ഷനിസ്റ്റ് ആവാം, ചിലപ്പോ മാനേജർ ആവാം, ചിലപ്പോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആവാം. അങ്ങനെയുള്ള എന്തൊക്കെ തരത്തിലുള്ള ജോബാണ്. അതുപോലെ തന്നെ ചില കണ്ടീഷൻസ്, ചിലപ്പോ എന്താണ് ഇപ്പോ നമുക്ക് കാൻഡിഡേറ്റ്സിന് പല കണ്ടീഷൻസ് ഉണ്ടാവാം ഇല്ലേ. അതുപോലെ തന്നെ കമ്പനിക്കും ഉള്ള കണ്ടീഷൻസ്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലിക്കേഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഡിറ്റർമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അപേക്ഷകളുടെ എണ്ണം നിർണ്ണയിക്കുന്നത്. വായിച്ചു നോക്കൂട്ടോ, 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. 3rd പോയിന്റും 4th പോയിന്റ്.
ക്ലിയർ ആണോ? 2 പോയിന്റും. ഓക്കെ, മിസ് അടുത്ത പോർഷൻ പറയട്ടെ. ഓക്കെ, അപ്പൊ 5th വൺ ആണ് സെലക്ഷൻ പ്രോസസ്. ഇനിയാണ് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്നത് അല്ലെ. സെലക്ഷൻ പ്രോസസ് നോക്കിയേ. The process of classifying applicants in order to hire those who are more competent for the job is called selection. Mark ചെയ്ത് വെക്കാം ട്ടോ. Important ആണ്. The process of classifying applicants in order to hire those who are more competent for the job is called selection. Selection എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിക്ക് കൂടുതൽ കഴിവുള്ളവരെ നിയമിക്കുന്നതിന് അപേക്ഷകരെ തരംതിരിക്കുന്ന പ്രക്രിയ അല്ലെ. കൂടുതൽ ക്യാപ്പബിൾ ഉള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ആളുകളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല അപ്ലിക്കേഷൻസും കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അതിനകത്ത് നിന്ന് നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ തരംതിരിച്ച് അവരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജോലിക്ക് കൂടുതൽ കഴിവുള്ളവരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷകരെ തരംതിരിക്കുന്ന പ്രക്രിയ, അതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രോസസ് റിക്വയർസ് എക്സ്ട്രീംലി സ്പെഷ്യലൈസ്ഡ് ടെക്നിക്സ്. അപ്പൊ സെലക്ഷൻ പ്രോസസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പല സ്പെഷ്യലൈസ്ഡ് ടെക്നിക്സും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, thus the selection process involves expert employees who are proficient in using selection tests, conducting interviews, etc. അപ്പൊ എന്താണ് സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സില് എക്സ്പേർട്ട് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഏതൊക്കെ വഴിയാണ്? ഏതൊക്കെ രീതിയിലാവാം? സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തിയിട്ടല്ലേ. ഇപ്പോ നഴ്സിംഗിനൊക്കെ പല പൊസിഷനിൽ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഇന്റർവ്യൂസ്, അതുപോലെ പല ടെസ്റ്റുകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ CBSE സ്കൂളിലൊക്കെ നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികളെ ഇപ്പോ ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ എന്താണ് TC വാങ്ങിയ പിള്ളേരെയൊക്കെ ഇപ്പോ വേറെ സ്റ്റാൻഡേർഡിൽ 5-ലോ 6-ലൊക്കെ നമ്മള് ഇതാക്കാനായിട്ട് എന്താണ് അപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ അവിടെ ടെസ്റ്റുകൾ നടത്താറുണ്ട് അവർക്ക്. ആ പരീക്ഷയിൽ ജയിച്ചാൽ മാത്രമേ അവിടെ എന്ത് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. എൻട്രൻസ് എക്സാം അല്ലെ, അങ്ങനെയുള്ള പല ടെസ്റ്റുകൾ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഓർഗനൈസേഷനിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. ഇന്റർവ്യൂസ് നടത്തിയിട്ടും അതുപോലെ തന്നെ പല ടെസ്റ്റുകൾ നടത്തിയിട്ടും. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ലാസ്റ്റ് സെന്റൻസ് കേട്ടോ. ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ആണ് നമ്മളിവിടെ കണ്ടില്ലേ, പ്രോസസ് കണ്ടല്ലേ. റിക്രൂട്ട്മെന്റ് പ്ലാനിങ് തൊട്ട് സെലക്ഷൻ പ്രോസസ് വരെയാണ് റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സ് പോകുന്നത്. ഇനി ലാസ്റ്റ് എന്താണ്? ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ അല്ലെ. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്ലാനിങ്, നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സോഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് വിലയിരുത്തുക അല്ലെ. ഇല്ലേ, കറക്റ്റ് ആയിട്ടാണോ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. എന്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തണം. ഓക്കെ, evaluation and control. It is necessary to enhance the efficiency of recruitment attempt in future. ഫ്യൂച്ചറിലേക്ക് എന്താണ്? ഫ്യൂച്ചറില് റിക്രൂട്ട്മെന്റ് അറ്റംപ്റ്റുകളുടെ എഫിഷ്യൻസി, അതുപോലെ തന്നെ കാര്യക്ഷമത. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യക്ഷമത. അതുപോലെ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ഒരു അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് അല്ലെ. ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരാളുകളെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ് നടത്തുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് ദാറ്റ് റിക്രൂട്ട്മെന്റ് ഈസ് ആൻ extensive process involving costs such as recruiters' salary, advertising costs, managers' salary and various other costs. നമ്മൾ ഇങ്ങനെ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അതിന് പല കോസ്റ്റുകൾ വരാറുണ്ട് അല്ലെ. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പല കോസ്റ്റുകളുണ്ട്. നമ്മൾ പഠിച്ചില്ലേ, നമ്മൾ ഇന്റേണൽ ഫാക്ടറിൽ പഠിച്ചില്ലേ കോസ്റ്റ്.
അപ്പൊ എന്താണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ് പോസ്റ്റ്? റിക്രൂട്ടേഴ്സിന് സാലറി നമ്മൾ കൊടുക്കണം, അതുപോലെ തന്നെ അഡ്വർടൈസിങ് അല്ലെ, പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ അതിന് പോസ്റ്റ് വരുന്നുണ്ട്, മാനേജേഴ്സിന്റെ സാലറി, അതുപോലെ തന്നെ അതർ പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുമ്പോൾ പലതരത്തിലുള്ള പോസ്റ്റുകൾ ഇതിന് വരുന്നുണ്ട്. ഇനി എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് നെസസറി ടു ഇവാലുവേറ്റ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്. അപ്പൊ എന്താണ്? ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയുള്ളതാവണം? ചിലവ് കുറച്ച് നല്ല രീതിയിലുള്ള ഔട്ട്കംസ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് നടത്തേണ്ടത്? റിക്രൂട്ട്മെന്റ് നടത്തേണ്ടത്. നമുക്ക് ക്യാപ്പബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള എംപ്ലോയീസിനെ കിട്ടുകയും വേണം. അതെങ്ങനെ കിട്ടണം എന്നുള്ളതിന്റെ ആ ചെലവ് നമ്മൾ കുറയ്ക്കണം. ചെലവ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ചെലവ് ചുരുക്കിയിട്ട് വേണം ആളുകളെ എന്ത് ചെയ്യാനായിട്ട്? ഓർഗനൈസേഷനിലോട്ട് സെലക്ട് ചെയ്യാൻ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്രയുമാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വരെ വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വരാം. ഓക്കെ, ക്ലിയർ ആണോ? ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾക്ക് 2 ആഴ്ച കൂടുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതായിരിക്കും ടൈം ടേബിളിൽ അത് ഇടാത്തത് കേട്ടോ. പ്രോസസ്സ് പഠിക്കണം കേട്ടോ. പ്രോസസ്സ് അതുപോലെ തന്നെ പഠിക്കണേ. ഏത് കഴിഞ്ഞാൽ ഏതാണ് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ വിട്ട് ചോദിക്കാം. ഒരെണ്ണം തരാതെ ബാക്കിയുള്ളത് എഴുതിയിട്ട് ഇതിനകത്ത് നിന്ന് ഏതാണ് എന്നുള്ളതൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ പ്രോസസ്സ് അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞത് മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ പ്രോസസ്സ് വരെ? താങ്ക് യു.